الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ടവരെ, ശുദ്ധമായി മാസം അതിൻ്റെ അവസാനത്തിൽ എത്തിയിരിക്കുകയാണ്. 27ാമത്തെ നോമ്പ് നാം തുറക്കാനിരിക്കുന്നു. അല്ലാഹു നാം നോറ്റ ഈ നോമ്പും വിശുദ്ധമായി മാസത്തിൽ നാം ചെയ്യുന്ന എല്ലാ ആരാധനകളും ഇഖ്ലാസുള്ള കർമ്മങ്ങളായി നമ്മിൽ നിന്ന് അവൻ സ്വീകരിക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് ഈ മാസം കൊണ്ട് വിജയിക്കുന്നവരിൽ, ഈ മാസം അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും സാധുവായ മതം, ഏറ്റവും ചൊവ്വായ മതം ഏത് എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബയ്യനയിലെ 5ാമത്തെ ആയത്ത് നമ്മോട് പറയുന്നുണ്ട്. എന്താണ് ഈ മതം? ഈ മതം എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് അല്ലാഹുവെ ആരാധിക്കുക, അതോടൊപ്പം തന്നെ നമസ്കാരം കൃത്യമായി നിലനിർത്തുക, സകാത്ത് കൊടുക്കുക. അതാണ് വദാലിക ദീനുൽ ഖയ്യിമ, ഏറ്റവും സാധുവായ മതം. ഇഖ്ലാസോടുകൂടി അല്ലാഹുവെ ആരാധിക്കുക, ആരാധന അല്ലാഹുവിന് മാത്രമാവുക, പ്രാർത്ഥന അവനോട് മാത്രമാവുക, കീഴ്വണക്കം അവന് മാത്രമാവുക. അതാണ് വമാ ഉമിറൂ, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദുല്ലാഹ, അല്ലാഹുവെ ആരാധിക്കാനല്ലാതെ. എങ്ങനെ? മുഖ്ലിസീന ലഹു അദ്ദീൻ, ദീൻ അവന് മാത്രമാക്കി, കീഴ്വണക്കം അള്ളാഹുവിന് മാത്രം നിഷ്കളങ്കമാക്കി ആരാധിക്കാനാണ് നമ്മോട് കൽപ്പിച്ചത്. ആത്മാർത്ഥമായി ഇബാദത്ത്, ലവലേശം കലർപ്പില്ലാത്ത ശുദ്ധമായ ആരാധന. അതോടൊപ്പം അള്ളാഹു പറഞ്ഞ മറ്റു 2 കാര്യങ്ങളാണ് വയുഖീമുസ്സലാ, നമസ്കാരം നിലനിർത്തുക. നിലനിർത്തുക എന്ന് പറയുമ്പോൾ അത് കൃത്യമായി അതിൻ്റെ സമയത്ത് ഏകാഗ്രതയോടുകൂടി വളരെ ഖുശൂഅോടുകൂടി നിർവഹിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഫർള് നമസ്കാരങ്ങളായാലും വിശുദ്ധമായ ഈ റമളാനിൽ സവിശേഷമായി നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് റവാത്തുകളാണെങ്കിലും തറാവിഹ് നമസ്കാരമാണെങ്കിലും ഖിയാമുൽ ലൈലാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ നമസ്കാരങ്ങളിലുമുള്ള അങ്ങേയറ്റത്തെ ശ്രദ്ധയും ഏകാഗ്രതയും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഖുശൂഅോടെ നിർവഹിക്കുന്നതുമൊക്കെ ഇതിൽപ്പെടുന്നു. അതോടൊപ്പം തന്നെ അള്ളാഹു പറഞ്ഞ മറ്റൊരു കാര്യമാണ് സകാത്ത് കൊടുക്കുക. ഈ നമസ്കാരവും സകാത്തും പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമസ്കാരം ആത്മാർത്ഥമായിട്ട് അള്ളാഹുവോടുള്ള ഒരു കടമ നിർവഹിക്കുക. നമസ്കാരത്തിൽ നാം അള്ളാഹുവായിട്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫാത്തിഹ തുടങ്ങുമ്പോൾ തുടങ്ങുന്നുണ്ട് അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ മുതൽ നാം അള്ളാഹുവോട് സംസാരിക്കുകയാണ്. ഒരു സൃഷ്ടിയുടെ അള്ളാഹുവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തെയാണ് നമസ്കാരം കാട്ടുന്നത്. എന്നാൽ സകാത്ത് അത് സൃഷ്ടികളോടുള്ള, സജീവികളോടുള്ള മനുഷ്യൻ്റെ ബന്ധത്തെയും അവൻ്റെ കടമയെയുമാണ് അത് കാട്ടും. ഒരേ സമയം സൃഷ്ടാവിനോടും സൃഷ്ടികളോടുമുള്ള മനുഷ്യൻ്റെ ബന്ധം, അത് രണ്ടും ആരാധനയിൽ ആത്മാർത്ഥതയും കൂടിയാകുമ്പോൾ ദാലിക ദീനുൽ ഖയ്യിം, അതാണ് സമ്പൂർണമായ, ഏറ്റവും ചൊവ്വായ, ഏറ്റവും ആത്മാർത്ഥമായ മതമായി തീരുന്നത്. ഈ ഒരു കാര്യമാണ് എപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകേണ്ടത്. നമുക്കറിയാം, ഈ നരകത്തിൽ പ്രവേശിച്ച മനുഷ്യന്മാരോട് അവരുടെ അവസ്ഥ കണ്ട് സ്വർഗത്തിലെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം അല്ലാഹു സൂറത്തുൽ മുദ്ദസിറിൽ 43ാമത്തെ ആയത്തിൽ ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. അവരോടുള്ള ചോദ്യം ഇതാണ്, മാ സലക്കക്കും ഫീ സഖർ. നോക്കൂ, എന്താണ് നിങ്ങൾ വിശ്വാസികളായിരുന്നിട്ടും, നീ അള്ളാഹുവെ അറിഞ്ഞിട്ടും
ആരാധനയിൽ നിങ്ങൾ ശുഷ്കാന്തി പുലർത്തിയിട്ടുമൊക്കെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ നരകത്തിലെത്തിപ്പെട്ടത് എന്നൊരു ചോദ്യം നരവകാശികൾ അഭിമുഖീകരിക്കാനിരിക്കുന്നു. ആ സമയത്ത് അവർ പറയുന്ന രണ്ട് ഉത്തരം വളരെ പ്രധാനമാണ്. ആ ഉത്തരം ഒരു മനുഷ്യനെ നരകത്തിലെത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്താ? അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരിൽ പെട്ടില്ല. ശരിയായ നമസ്കാരക്കാരിൽ ആത്മാർത്ഥമായി നമസ്കരിക്കും തോന്നുമ്പോൾ സല്ലിയല്ല, അല്ലെങ്കിൽ മറ്റുള്ളവൻ കൂട്ടുകാരൻ പോകുന്നതിൻ്റെ പോയി നിസ്കരിക്കുന്നതല്ല. ആ ഒരു ഇഖാമത്തുണ്ടല്ലോ, അത് നിലനിർത്തുക എന്ന ആ ഒരു പരിപാടി, അതിൽ ആത്മാർത്ഥമായി പങ്കെടുക്കുന്നവരായിരുന്നില്ല ഞങ്ങൾ. ആ വിധത്തിൽ നമസ്കാരത്തെ കണ്ടില്ല, അത് നിർവഹിച്ചില്ല. രണ്ടാമത്തെ കാര്യം, വലം നകു നുത്ഇമുൽ മിസ്കീൻ, പാവങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുത്തില്ല. രണ്ടുമായല്ലോ അല്ലേ? അള്ളാഹുവോടുള്ള ബന്ധമാണത്, പടച്ചവനുള്ള ബാധ്യതയാണ് നമസ്കാരം. ആ കാര്യത്തിൽ ഞങ്ങൾ വീഴ്ച വരുത്തി. അതോടൊപ്പം തന്നെ പാവപ്പെട്ടവൻ്റെ, അഗതിയുടെ, ഇല്ലാത്തവൻ്റെ, കഷ്ടപ്പെടുന്നവൻ്റെ ഭക്ഷണ കാര്യത്തിൽ ഒട്ടുമേ ശ്രമിച്ചില്ല, കൊടുത്തൂല്ല, കൊടുക്കാൻ പ്രേരിപ്പിച്ചില്ല. പ്രിയപ്പെട്ടവർ, ഈ ഒരു സന്ദർഭം നോക്കൂ. നമ്മൾ ഈ റമളാൻ അവസാനിക്കാൻ പോകുമ്പോൾ കഴിഞ്ഞു പോയല്ലേ എന്നാരും അങ്ങനെ വേവലാതിപ്പെടേണ്ട. ഇനിയുള്ള നിമിഷങ്ങളും പോയതിനേക്കാളും ശ്രേഷ്ഠമാണ്. ലൈലത്തുൽ ഖദറിന് സാധ്യത കൽപ്പിക്കുന്ന ദിവസം ഇനിയും നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ഇപ്പോഴും നമുക്ക് ചിന്തിക്കാനും സ്വയം വിചാരണ നടത്താനും അവസരമുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഈ റമളാനിൻ്റെ തുടക്കത്തിൽ തന്നെ റസൂല് പറഞ്ഞത് ഇതിൻ്റെ അവസാനത്തെ ശ്രേഷ്ഠതയെക്കുറിച്ചിട്ടാണ്. ഇതിൻ്റെ മഹത്വം, ഇതിൻ്റെ ഭാഗ്യം നഷ്ടപ്പെട്ട് ഇത് കിട്ടാതെ പോകുന്നവൻ്റെ നഷ്ടത്തെക്കുറിച്ചാണ്. ഇനിയും സമയമുണ്ട്. അതുകൊണ്ട് നമ്മൾ നമസ്കരിക്കുമ്പോൾ വളരെ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി കൊടുക്കുമ്പോൾ, നമ്മൾ കൊടുക്കാൻ വേണ്ടി അതിൻ്റെ ഏറ്റവും നമ്മൾ കൊടുക്കാൻ വേണ്ടി സദക്ക കൊടുക്കാനൊന്നും ഒരിക്കലും നമ്മൾ പ്രായമാകട്ടെ അല്ലെങ്കിൽ മരണം എടുക്കട്ടെ അങ്ങനൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യത്തെ ഭയപ്പെടുമ്പോഴും സമ്പന്നതയെ കൊതിക്കുമ്പോഴും, അതാണ് ഈ സമയം, നമ്മുടെ ഈ സമയം. ദാരിദ്ര്യം ഉണ്ടാവരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. പലരും ബേജാറിലാണ് ഈ സന്ദർഭത്തിൽ. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ അധ്വാനം മുഴുവനും ഇവിടെയാണ് എന്ന് പറയുന്നവരുണ്ട്. എന്തെങ്കിലും സംഭവിച്ചാൽ അതൊരു ഭയമാണ്, ഒരു സ്വാഭാവികമായിട്ട് മനുഷ്യനുണ്ടാകുന്ന ഭയമാണ് ദാരിദ്ര്യം എന്നത്. അതെപ്പോഴും സംഭവിക്കും. അതോടൊപ്പം തന്നെ സമ്പന്നതയെ നമ്മൾ കൊതിക്കുന്നു. അല്പം ഉണ്ടാകണം. വലിയ ധനാഢ്യന്മാരൊന്നും ആവുന്നില്ലെങ്കിൽ ചെറിയൊരു മെച്ചപ്പെട്ട ഒരു ജീവിതം അതാ ഇത് രണ്ടിൻ്റെയും മധ്യ ജീവിക്കുന്ന മനുഷ്യൻ കൊടുത്തുകൊണ്ടേയിരിക്കണം. ആവുന്നതത്ര കൊടുക്കുക. മരിക്കാനായാൽ അല്ലെങ്കിൽ നമ്മൾ രോഗബാധിതരായി കഴിഞ്ഞാൽ വഖദ് കാന ലി ഫുലാൻ എന്ന് പറയുന്നത്, അത് നമ്മൾ പറഞ്ഞില്ലെങ്കിലും അതിൻ്റെ അവകാശി കൊണ്ടു, നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും അതെടുക്കേണ്ടവനെടുത്ത് നമ്മുടെ സ്വത്തുമായി പോകും. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ആവുന്നവരൊക്കെ ഇല്ലാത്തവർക്കും കഷ്ടപ്പെടുന്നവർക്കും ബന്ധത്തിൽപ്പെട്ടവർക്കും നമ്മൾ സക്കാത്തൊക്കെ കൊടുക്കുന്ന ഈ സമയത്ത്, ഇന്നിപ്പോൾ ഒരു സഹോദരൻ വിളിച്ചു ചോദിച്ചു, അമ്മോഷന് സക്കാത്ത് കൊടുക്കാമോ, സഹോദരന്മാർക്ക് സക്കാത്ത് കൊടുക്കാമോ എന്ന്. സ്വാഭാവികമായിട്ടും അങ്ങനെ ചോദിക്കും. അപ്പോൾ പറഞ്ഞു, അതിനൊരു കുഴപ്പമില്ല, ഇസ്ലാമിൽ അതൊക്കെ അനുവദനീയമാണ്. ഭാര്യയുടെ പിതാവ് കഷ്ടപ്പെടുന്നതെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ, ദരിദ്രനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിലവ് വഹിക്കേണ്ട ഉത്തരവാദിത്വം മക്കൾക്കാണ്, മരുമകനല്ല. ആ നിലക്ക് കൊടുക്കാം. നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ സഹോദരിമാർ കഷ്ടപ്പെടുന്ന എത്രയോ ഉണ്ടാകും അവർക്ക് നമുക്ക് കൊടുക്കാം. കാരണം അവരുടെ ചിലവ് നമ്മുടെ ബാധ്യതയല്ല. പക്ഷേ നമ്മൾ സക്കാത്ത് പലർക്കും കൊടുക്കുമ്പോൾ അവരെ കൂടി പരിഗണിക്കുമ്പോൾ രണ്ട് ഗുണങ്ങൾ: ഒന്ന്, സക്കാത്ത് കൊടുക്കുന്നു എന്ന മഹത്തായ ഒരു കർമ്മം, അതിലൂടെ പ്രതിഫലം; മറ്റൊന്ന്, കുടുംബ ബന്ധം ചേർത്തുന്നു എന്നതുകൂടി അതിൽ സംഭവിക്കുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുത്തഖീങ്ങളുടെ സവിശേഷതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു തന്നെയും പറഞ്ഞ ഒരു കാര്യം, അത് മറ്റൊന്നുമല്ല, ഇസ്തിഗ്ഫാറിനെ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് അതാണ്. നമ്മൾ ഒരുപാട് സമയം സംസാരിച്ചിട്ട്
ദിക്റുകൾ മറന്ന് നമ്മളൊരു യാത്രയാണെങ്കിലും ഇരിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഈ സമയത്തിൻ്റെ മഹത്വം അത് നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അതൊക്കെ നമ്മൾ അവഗണിച്ചും മറന്നും നമ്മൾ പല വിധത്തിൽ പല പരിപാടികളിൽ ഇങ്ങനെ വ്യാപൃതരാവുകയാണ്. അള്ളാഹു പറയുന്നു, നിങ്ങൾ ഇസ്തിഗ്ഫാർ കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ. അള്ളാഹു സൂറത്തു ദാരിയാത്തിലെ 17-ാമത്തെ ആയത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. അവർ സത്യവിശ്വാസികളുണ്ടല്ലോ, മുഅ്മിനീങ്ങൾ, അവർ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ, രാത്രിയിൽ കുറച്ചേ ഉറങ്ങും. പിന്നെന്താ ചെയ്യുന്നത്? വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അത്തായ സമയത്ത് അല്ലേ, അതിപ്പോഴാ രാത്രിയുടെ 3-ാം ഭാഗമാണ്. നമ്മൾ അത്തായത്തിന് എഴുന്നേൽക്കുന്ന സമയത്ത് അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ആര്? സത്യവിശ്വാസികൾ, മുത്തഖീകൾ. അതിൻ്റെ ഭാഗമായി ആ ഗണത്തിൽ പെടാൻ നമ്മൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടെന്നാൽ നോക്കൂ, ഏതൊരു ആരാധനയുടെയും അവസാനം ഇസ്തിഗ്ഫാർ ചെയ്യുക അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പം പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന ഏതാണ്? നിങ്ങൾ പറ. നമസ്കാരമല്ലേ? ആ നമസ്കരിച്ച് കഴിഞ്ഞിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ പറയുന്നത്? അല്ലേ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ നോമ്പുണ്ടല്ലോ, അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ട അല്ലേ, നോമ്പിന് ലാ ഈദ ലഹു, അതിനോട് കടപിടിക്കുന്ന മറ്റൊരു ആരാധനയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ നോമ്പിൻ്റെ അവസാന സന്ദർഭത്തിലും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഈ ആരാധനക്ക് അന്ത്യത്തിലെത്തുമ്പോഴും നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നത് പടച്ച റബ്ബിന് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ചു. അല്ലേ, മരണം അടുത്തൊരു സമയമുണ്ട്. അപ്പോഴാണ് ഈ സൂറത്തുൻ നസർ, ഇദാ ജാ നസ്റുല്ലാഹി എന്ന ആ സൂറ അവതരിക്കുന്നത്. ആ സൂറത്തിന് സൂറത്തുൽ വിദാ, യാത്ര പറയുന്ന സൂറ എന്നൊരു പേരുണ്ട്. ആരുടെ യാത്രയാ? മുസല്ലമിലാണ്. ഇല്ല, ഇവിടെയാണ് നസറിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ, നോക്കൂ, എന്താണ് ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നെത്തിക്കഴിഞ്ഞാൽ അല്ലേ, പിന്നെയോ വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ്, ആളുകളൊക്കെ കൂട്ടം കൂട്ടമായി മതത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നത് കണ്ടാൽ അല്ലേ, ആ ഒരു സന്ദർഭം എത്തിക്കഴിഞ്ഞു. ആളുകളൊക്കെ ഒന്നും രണ്ടും അല്ല, കൂട്ടം കൂട്ടമായിട്ട് വരുവാണ്. മക്ക ഇസ്ലാമിൻ്റെ ദാറുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ഗേഹമായി മാറുവാണ് അല്ലേ. മദീനയും ഇസ്ലാമും ലോകത്തിൻ്റെ വിവിധ ഒട്ടുമിക്ക ഭാഗങ്ങൾ ഇസ്ലാം പരന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദൗത്യം പൂർത്തീകരിച്ചൊരു ഘട്ടത്തിൽ അള്ളാഹു റസൂലിനോട് പറയുന്നൊരു കാര്യം എന്താണ്? ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്, നബിയെ താങ്കൾ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് ചൊല്ലൂ എന്നാണ്. ഇനിയോ ഫസ്തഗ്ഫിറുഹു അല്ലേ, വസ്തഗ്ഫിറുഹു, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചു എന്നാണ്. മറ്റേ പരിപാടിയൊക്കെ കഴിഞ്ഞു, ചെയ്യേണ്ടതൊക്കെ ചെയ്തു, ഡ്യൂട്ടി ഈസ് ഡൺ അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്? മരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അത് മരണത്തിൻ്റെ മുന്നറിയിപ്പാണെന്ന് സ്വഹാബത്ത് മനസ്സിലാക്കി അവർ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് പലരും അത് കേട്ടപ്പോൾ. ഇനി നിങ്ങൾക്ക് ചെയ്യാനൊന്നുമില്ല, നിങ്ങൾ ചെയ്യേണ്ടതിൻ്റെ മാക്സിമം ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ ഉള്ളത്? അവസാനം ഏതൊരു കർമ്മത്തിൻ്റെയും നല്ല പ്രവർത്തനത്തിൻ്റെയും എൻഡിൽ അവസാനം വേണ്ടത് എന്താണ്? ഇസ്തിഗ്ഫാർ. നോമ്പിൻ്റെ അവസാനവും പറയാനുള്ള ഞാൻ എന്നോടും നിങ്ങളോടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്തിഗ്ഫാർ കാണുന്ന മനുഷ്യന്മാർ ചിലപ്പോൾ അവരിങ്ങനെ ചിന്തിച്ചു പോകും, സത്യത്തിൽ റസൂൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. കാരണം അമ്മാതിരി ഇസ്തിഗ്ഫാർ അല്ലേ. ഒരു ഹദീസിൽ 70 തവണ എന്ന് പറയുമ്പോൾ മറ്റൊരിടത്ത് 100 തവണ ഒരു ദിവസമാണ് ഈ പറയുന്നത്. ഇന്ന് നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എത്ര പേര് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 10 വട്ടം പറഞ്ഞിട്ടുണ്ടാകും. ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത, എന്നാലോ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് അള്ളാഹു നേരത്തെ പുറത്തു കൊടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 100 തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ അതും വേദനയോടെ പടച്ചവനോട് കണ്ണീരൊലിപ്പിച്ച് പറയുമ്പോൾ അല്ലേ, ശരിക്കും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് സ്വഹാബത്തിന് തോന്നിപ്പോകും. പക്ഷേ റസൂല് അത് നുബുവത്തിൻ്റെ മുമ്പാകട്ടെ ശേഷമാകട്ടെ ഒരു തെറ്റും ഒരു വീഴ്ചയും അവിടുന്ന് വന്നിട്ടില്ല. ആ റസൂലിൻ്റെ സ്വഭാവം അതാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിട്ട് നമ്മൾ ധാരാളമായിട്ട് അല്ലേ ഈ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കേൾക്കൂ. മൻ അഹബ്ബ, ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, അൻ തസുറഹു സഹീഫത്തുഹു
അവൻ്റെ ഏട്, അവൻ്റെ കർമ്മരേഖ അവനെ സന്തോഷിപ്പിക്കണം എന്ന് ഒരാൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, എന്ത് കർമ്മരേഖ, അതെപ്പോഴാ കർമ്മരേഖ നമ്മൾ കാണുക? പരലോകത്തെ വിചാരണ ഘട്ടത്തിലാണ്. ആ സന്ദർഭത്തിൽ കർമ്മരേഖ ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കണം എന്നവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഫൽയുക്തിർ ഫീഹാ മിനൽ ഇസ്തിഗ്ഫാർ, ആ കർമ്മരേഖയിൽ അവൻ ഇസ്തിഗ്ഫാർ കൊണ്ട് നിറക്കട്ടെ, ധാരാളമായിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യട്ടെ. അസ്തഗ്ഫിറുല്ലാഹ്, ഇസ്തിഗ്ഫാർ എന്നല്ല, അസ്തഗ്ഫിറുല്ലാഹ്, എനിക്ക് പുറത്തു തരണമെന്ന്, മാപ്പ് തരണമെന്ന് അതിൻ്റെ അർത്ഥം. അതങ്ങനെ വർദ്ധിപ്പിക്കട്ടെ. അതിനെന്താ മുടക്ക് നമുക്ക്? അത് പറയാൻ എന്താ വിഷമം നമുക്ക്? എന്താണ് അതിന് തടസ്സം നമുക്ക്? എന്നോട് ഞാൻ പറയാം, നിങ്ങളോടും പറയാമെന്ന്. നാളെ മഹ്ശറിൽ ആ കർമ്മരേഖ മനോഹരമായി കാണാൻ നമുക്ക് ശരിക്കും പൂതിയുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ, നാം ചെയ്യേണ്ടുന്ന ഒരേ ഒരു കാര്യം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെ ദിക്റുകൾ. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല 4 വാക്കുകൾ തിരഞ്ഞെടുത്തു എന്ന. എത്ര? 4 വാക്കുകൾ. ആ 4 വാക്കുകൾ എന്തൊക്കെയാണ്? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ അസ്തഫാ മിനൽ കലാമി അർബഅൻ, 4 വാക്കുകൾ അല്ലാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്തു. എന്തൊക്കെയാണെന്ന് പറയുന്നത്? ഒന്ന് സുബ്ഹാനല്ലാഹ്, എന്താണ്? വൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ? സുബ്ഹാനല്ലാഹ്, അള്ളാഹ് പ്രത്യേകം ഇതിന് പറയാം, എന്താണെന്ന് അറിയോ? ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറയും. എന്താ പറയുക? ബാഖിയാത്തു സ്വാലിഹാത്ത്, അവശേഷിക്കുന്ന സൽക്കർമ്മങ്ങൾ. ഏറ്റവും ശ്രേഷ്ഠമായ 4 വാക്കുകൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ. എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പോവാണ് സ്വഹാബത്തിൻ്റെ കൂടെ. അവിടുത്തെ കയ്യിലൊരു വടിയുണ്ട്. ഈ വടി എന്ന് പറഞ്ഞാൽ എല്ലാ പ്രവാചകന്മാരുടെ കയ്യിലൊരു വടി ഉണ്ടാവും. പക്ഷെ ഒരു വടിയാണ് ഫേമസ് ആയത്. ആരുടെ വടിയാ? മൂസ. അതൊരു മോചിതത്തായി എന്നതുകൊണ്ടാണത്. അല്ലാതെ അധിക പ്രവാചകന്മാരും ഈ കയ്യിൽ വടിയുമായിട്ട് ആട്ടിനെ മേക്കാത്ത ഒരു പ്രവാചകനെയും കാണാൻ പറ്റില്ല. ഒട്ടുമിക്ക പ്രവാചകന്മാരുടെയും ജോലി തന്നെ ആട്ടിനെ മേക്കല. മരുഭൂമിയോടും മണ്ണിനോടും മൃഗങ്ങളോടും കാലികളോടൊക്കെ ചേർന്ന ഒരു ജീവിതം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കയ്യിലൊരു വടിയുണ്ട്. സഹാബത്തുമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ മർറബി ഷജറത്തിൻ യാബിസത്തിൽ വറക്ക്, ഉണങ്ങിയ ഇലയുള്ള ഒരു മരത്തിൻ്റെ അടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി. ഉണങ്ങിയ ഇലയ ആ മരത്തിലുള്ള ഫളറബഹാബി അസാഹു, ആ കയ്യിലെ വടി കൊണ്ട് ആ മരത്തിലൊന്ന് തട്ടി, ഒന്ന് അടിച്ചു എന്ന് പറയാം. എന്താ സംഭവിച്ചത്? ഫതനാഫറൽ വറഖു, ഇലകളൊക്കെ പൊഴിഞ്ഞു വീഴാൻ തുടങ്ങി. ഒന്നിച്ച് ചെറുതായിട്ടൊന്ന് തട്ടിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഫഖാല, അവിടെ നിന്ന് റസൂല് പറയാണ്, സ്വഹാബികളെ നിങ്ങളറിയോ, ഇന്ന അൽഹംദുലില്ലാ, നേരത്തെ പറഞ്ഞ അൽഹംദുലില്ലയില്ലേ, വസുബ്ഹാനല്ലാഹ് അതും, വലാ ഇലാഹ ഇല്ലല്ലാഹ് അതും, വല്ലാഹു അക്ബർ അതും നിങ്ങളറിയോ, ലതുസാഖിതു മിൻ ദുനൂബിൽ അബ്ദ്. ഈ 4 കാര്യങ്ങൾ ഒരു മനുഷ്യൻ പറഞ്ഞാൽ എന്തൊക്കെ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ലതുസാഖിതു മിൻ ദുനൂബിൽ അബ്ദി, ഒരടിമയുടെ പാപങ്ങൾ പൊഴിഞ്ഞു പോകും. ഇതുപോലെ കമാ തസാഖത വറഖു ഹാദിഹി ഷജറ, ഈ മരത്തിലെ ഇലകൾ പൊഴിഞ്ഞു വീഴുമ്പോൾ. മനസ്സിലായില്ലേ? ഇതിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര വേണ്ടായി പറഞ്ഞു നടക്കുന്ന മനുഷ്യന്മാർ, ചെറിയ ചെറിയ പാവങ്ങളൊക്കെ. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു വിശദീകരണം കൂടി നൽകിയത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ്. അതിങ്ങനെയാണ്. നോക്കൂ, ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ, നോക്കൂ, ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ കുതിബത്ത് ലഹു 20 ഹസന, അദ്ദേഹത്തിന് അള്ളാഹു 20 നന്മകൾ രേഖപ്പെടുത്തും. എത്ര? 20. ആ നന്മ ഒന്നിൻ്റെ വലിപ്പം നമുക്കറിയില്ല കേട്ടോ. അത് ചെറുതാണെന്ന് നിങ്ങളാരും വിചാരിക്കണ്ട. പടച്ചോൻ്റെ നന്മ അത് വളരെ വലുതായിരിക്കും. വഹുത്തത്ത് അൻഹു 20 സയ്യിഅ, 20 തിന്മകൾ അദ്ദേഹത്തിൽ നിന്ന് മായ്ച്ചു കളയുകയും ചെയ്യും. ഒരു സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അള്ളാഹിൻ്റെ റസൂൽ പറയാണ്, ഇതേപോലെ അല്ലാഹു അക്ബർ പറഞ്ഞാലോ, മിസ്ല ദാലിക, സമാന പ്രതിഫലം. എന്താണത്? 20 നന്മ രേഖപ്പെടുത്തും, 20 തിന്മ മായ്ക്കും. അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലോ, സമാന പ്രതിഫലം. എന്നാൽ വമൻ ഖാല, ഒരാൾ ഇങ്ങനെ പറയുന്നു,
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മിൻ ഖിബലി നഫ്സിഹി. ഒരാൾ തൻ്റെ മനസ്സിൽ തട്ടി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പറഞ്ഞു പോലെ ചില സമയത്തിലെ അൽഹംദുലില്ലാ ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ മുടങ്ങി കിടങ്ങാണ്, നമ്മുടെ ബന്ധു നാട്ടിൽ പോകുന്നുണ്ട് സുഖമില്ലാണ്ട് അല്ലേ, ആകെ ബേജാറ്. അദ്ദേഹത്തെ വിളിച്ചു, ഫ്ലൈറ്റ് റെഡിയാണ്, 12 മണിക്ക് പോകും എന്ന് പറയുമ്പോൾ അല്ലേ അൽഹംദുലില്ലാ. ബയോപ്സി നമ്മൾ ടെസ്റ്റിന് അയച്ചതാണ്, പേടിച്ച് എന്താണ് ക്യാൻസർ ആയിരിക്കുമോ എന്ന് അല്ലേ. റിപ്പോർട്ട് വന്ന് നോക്കുമ്പോൾ ക്യാൻസർ ഇല്ല. അല്ലേ പറയുന്ന അൽഹംദിൻ്റെ വലിപ്പം എത്രയാണ് അല്ലേ. അത്ര ഒരു ഘട്ടം നിങ്ങൾ ഞാൻ മനസ്സിൽ ആലോചിച്ച് നോക്കി. ഒരു ഘട്ടത്തിൽ ചില അൽഹംദുണ്ടല്ലോ, അൽഹംദ് മിൻ ഖിബലി നഫ്സി, ഉള്ളു തട്ടി ഒരു അൽഹംദുലില്ല ഒരുത്തം പറയുമ്പോൾ നേരത്തെ പറഞ്ഞത് മാറ്റുവാണ്. എന്താണെന്നറിയോ, കുതിബത്ത് ലഹു സലാസൂന ഹസന, അദ്ദേഹത്തിന് അള്ളാഹു 30 നന്മകളാണ് രേഖപ്പെടുത്തുന്നത്. വഹുത്ത അൻഹു സലാസൂന സയ്യ, അദ്ദേഹത്തിന് 30 തിന്മകളാണ് അള്ളാഹു അതിലൂടെ മായ്ച്ചു കളയുന്നത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 4 വാക്യങ്ങളോട് അള്ളാഹുവിന് എന്തൊരിഷ്ടമാണ് എന്നാണ് അല്ലേ. ആ ഇഷ്ടത്തെ നാമും സ്വീകരിക്കുക, ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. നമസ്കാരം, സക്കാത്ത്, ധർമ്മം തുടങ്ങിയ കാര്യങ്ങളോടൊപ്പം തന്നെ ഇതുപോലെയുള്ള ഇസ്തിഗ്ഫാറുകളും ദിക്റുകളും ധാരാളമായി ജീവിതത്തിൽ നാം ശീലിക്കുക, പ്രാവർത്തികമാക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവേ, നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ നോമ്പും അനുബന്ധ എല്ലാ കർമ്മങ്ങളും നീ സ്വീകരിക്കണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ ശാരീരിക മാനസിക വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ നീ ശിഫിയാക്കണമേ റഹ്മാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരും രോഗാതുരമായിട്ട് എല്ലാവർക്കും നീ ശിഫ നൽകണമേ റഹ്മാനെ. മരണപ്പെട്ടു പോയവർക്കവരുടെ ഖബർ നീ നന്നാക്കി കൊടുക്കണമേ അള്ളാഹു. ഞങ്ങൾക്ക് നീ മാപ്പും മഗ്ഫിറത്തും നൽകണമേ റഹ്മാനെ. നരകമോചനം ഞങ്ങൾക്കും നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മേഖലയൊന്നാകെ ഉരുണ്ടുകൂടി യുദ്ധാന്തരീക്ഷം നീക്കി സർവർക്കും നീ സമാധാനവും സുസ്ഥിരതയും സന്തോഷവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.